ഇനി ചേലക്കരയിൽ നിന്നും സത്യരാജിനൊപ്പം ശ്രീകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാവിലെ മുതൽ തുടങ്ങിയ യാത്രയാണ്, തിരുവല്ലാമലയിൽ നിന്ന് തുടങ്ങിയ ഒരു യാത്രയാണ്. എന്നാലും കുറച്ചൊരു ഊർജം വേണമെന്ന് തോന്നി. അപ്പം നമുക്ക് ചേട്ടൻ്റെ ഒരു ചായക്കടയിൽ എത്തിയിരിക്കുകയാണ്. ചേട്ടാ, ഈ പരിപ്പൂടെയും കട്ടനൊക്കെ ഉണ്ടോ? അത് ഈ ഭാഗത്ത് കുറവാണ്. ഒന്നും വിചാരിക്കില്ല, ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം ഈ പരിപ്പൂടെയും കട്ടനുമാണ്. പക്ഷേ ആ വിഭാഗത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അല്പം ദാഹിച്ചതുകൊണ്ടാണ് ചോദിച്ചത്. പിന്നെ എന്താണ് ഇവിടെ ഉള്ളത്? ഇവിടെ നല്ല നാടൻ കുത്തരി കഞ്ഞി, അതിനുള്ള കറികളും കാര്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്ക് അപ്പം സന്തോഷേട്ടൻ്റെ കഞ്ഞിക്കടയാണ്. അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് നോക്കാം. അപ്പം കഞ്ഞിയും നല്ല കറികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രത്യേകത ഇവിടുത്തെ? ഇവിടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെയാണ്. നമ്മൾ ചെറിയ കഞ്ഞി, അങ്ങനെയുള്ള വെള്ളം, പിന്നെ ഇഡ്ഡലി, അങ്ങനെയുള്ള കാലത്തുള്ള ടിഫിൻ. എൻ്റെ കഞ്ഞി എടുത്തോളൂ, ഞാൻ ഇരിക്കാം പെട്ടെന്ന് തന്നെ. കഞ്ഞി ഇവിടെ നല്ല നാടൻ കുത്തരി കഞ്ഞി നമുക്ക് കഴിക്കാം. ഒരുപാട് പേര് വന്ന് ഇഷ്ടത്തോടു കൂടി. സ്പെഷ്യൽ വേറെ എന്തൊക്കെയാണുള്ളത്? സ്പെഷ്യൽ ആയിട്ട് അതിനുള്ള ഒരു, ഇവിടെ നമ്മുടെ ഉപ്പേരി എന്നാണ് പറയുക, ചെറുപയറും അങ്ങനെ എല്ലാം കൂടി ആയിട്ടുള്ള, പിന്നെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി, ഉണക്കമുളക് വറുത്തത്, അച്ചാറ്. അപ്പം ഞാൻ നോക്കട്ടെ, ഇതാണ് നല്ല പപ്പടമുണ്ട്, നല്ല ചുട്ട ചമ്മന്തി ഉണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, പിന്നെ നല്ല ഉപ്പേരി എന്ന് പറയുന്നതാണ് ഇത്. നമ്മൾ അവിടെയൊക്കെ പയർ തോരനൊക്കെയാണ് പറയുന്നത്. പിന്നെ നല്ല മുളക് വറുത്തത്, പിന്നെ നല്ല ചൂട് കഞ്ഞിയും കൂടെ ഉണ്ട്. എല്ലാ ഊരിലും നമുക്ക് കിട്ടും. ആ ക്ഷീണമൊക്കെ മാറും. പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാരൊക്കെ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ചേലക്കരയിലൊക്കെ വലിയ തരത്തിലുള്ള ഒരു പ്രചാരണ രംഗത്തായിരുന്നു. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇവിടെ വരാറുണ്ടോ? ഒരുപാട് പേര് വരാറുണ്ട്. ഒരുപാട് പേര് ഇലക്ഷൻ വർക്കിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയത്. ചേട്ടാ, രാവിലെ വോട്ടൊക്കെ ചെയ്തോ? വോട്ട് ചെയ്തു. കാലത്ത് നേരത്തെ പോയിട്ട് വോട്ടൊക്കെ ചെയ്തിട്ട് വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പോരാട്ടമൊക്കെ? എല്ലാവരും നല്ല, മൂന്ന് മുന്നണികളും നല്ല ഇതിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ആര് മുന്നിൽ എന്നുള്ളത്. അത് ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും വലിയൊരു പോരാട്ടമായിരുന്നു. ഇവരൊക്കെ സന്തോഷേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പോരാട്ടമായിരുന്നു. എന്തായാലും കട്ടനും പരിപ്പൂടെയും കഴിക്കാനായിട്ടാണ് വന്നതെങ്കിലും നല്ല ചൂട് കഞ്ഞിയും നല്ല പയർ, ഈ പറഞ്ഞ പോലെ ഉപ്പേരിയും നല്ല ചമ്മന്തിയൊക്കെ കഴിച്ച് ഞാനും സത്യരാജും അതുപോലെ തന്നെ സുരേന്ദ്രൻ ചേട്ടനും അടക്കമുള്ളവർ ആ ക്ഷീണമൊക്കെ മാറ്റി വീണ്ടും സജീവമാകാൻ പോവുകയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സന്തോഷ് ചേട്ടൻ്റെ ഈ കഞ്ഞിക്കടയിൽ നിന്നും ബി ശ്രീകുമാർ.